ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി സൈഡ് വേസ് തന്നെയാണ് ഇന്ന്, പോരാത്തതിന് എക്സ്പയറി ഡേയും കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള സൈഡ് വേസും ഒരു ബ്രേക്കിങ്ങും ഇവിടെ കാണാൻ പറ്റും. ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഒരു PE നാളെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. PE സൈഡ് എൻട്രികളാട്ടോ. കൺഫേം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേം ആണത്. PE സൈഡിലേക്കുള്ള നാളെ എൻട്രികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് മാർക്കറ്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തൽക്കാലം PEയിലേക്ക് ഒരു എൻട്രിയാണ് വന്നുകൊണ്ട് ഇരിക്കുന്നത് സ്പോട്ട് പ്രകാരം. അപ്പോൾ ടോട്ടൽ നിഫ്റ്റിനെ കുറിച്ച് എത്രയാണ് പറയാനുള്ളത്? ഇന്ന് കൊടുത്ത ട്രേഡുകളാണ്. നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി, ഈ 3 സെഗ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലാണത് കിട്ടുക. അപ്പോൾ പെയ്ഡിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഗേഴ്സ് കുറേ വരും. പല പല നമ്പറുകളുണ്ടാവും പല പല സെഗ്മെൻറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ഫിഗർ മിസ്സായിട്ട് ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സെഗ്മെൻറ്റ് മാത്രം ചൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. ഫസ്റ്റ് പറയുന്നത് 25,200 P ആണ്. 25,200 P രാവിലെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. രാവിലെ ഫ്രീ ഗ്രൂപ്പിലിട്ട ട്രേഡാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ട്രേഡ് ഒരു 16 പോയിൻറ്റ് പോയിട്ടുണ്ട്. അതൊരു 3.5 രൂപ മുകളിൽ നിന്നാണ്. ലിമിറ്റ് നല്ല എൻട്രി വന്നാണ്. ഒരു 3.5 രൂപ മുകളിൽ നിന്നാണ് എൻട്രി വന്നതാണ്. പക്ഷേ സെക്കൻഡ് എൻട്രി ലിമിറ്റ് എന്നാണ് വന്നത്. അത് 10ാമത്തെ മിനിറ്റ് ക്യാൻഡലിൽ ഈ പറഞ്ഞ 10 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. 1:1 വന്നിട്ടുണ്ട്. പിന്നെയാണ് മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ ബേസിക്കലി അത്ര ഉള്ള ട്രേഡ്. രണ്ടാമത്തെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 പോയിൻറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കോസ്റ്റ് അടിക്കേണ്ടി വരും. SL പെട്ടെന്നൊന്നും മുകളിൽ ഫസ്റ്റ് ട്രേഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ PEയിലേക്ക് റീ എൻട്രി ഒക്കെയാണ് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. റീ എൻട്രി ഇവിടെ ആക്റ്റീവായിട്ടൊക്കെ ഉണ്ട്. എടുക്കണവർക്കൊക്കെ എടുക്കുക ചെയ്യാം. റീ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാനലാണ്, ഈ റെഡ് ക്യാനലാണ്, 14-21 ക്യാനലാണ് ആക്ടിവേഷൻ നടന്ന ക്യാനല്. അതായത് 2.5 അടുപ്പിച്ചിട്ടാണ് ആക്ടിവേഷൻ നടന്നേക്കുന്നത്. അത് കറക്റ്റ് 3 ക്യാൻഡലിൽ 2 ക്യാൻഡിൽ തന്നെ ലിമിറ്റിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 ക്യാൻഡലിൽ നല്ല പ്രോഫിറ്റ് പോയിട്ടുമുണ്ട്. അത് പക്ഷേ ആ ടൈമിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് അത് കിട്ടുക കേട്ടോ. 2:30ക്ക് ശേഷം ട്രേഡ് ചെയ്യേണ്ടതൊന്നുമില്ല. ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതാണ് അടുത്ത കണ്ടീഷൻ വരിക. 32 പോയിൻറ്റ് 1 സ്ട്രെച്ചിൽ പോയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അതൊരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടും അവിടെ. ലാസ്റ്റ് മിനിറ്റ് ട്രേഡിലത്തെ ലാസ്റ്റ് ട്രേഡ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡിന് എടുക്കാൻ പറ്റും. ഈ ആക്റ്റീവ് ആകുമ്പോൾ ഒരു 30 പോയിൻറ്റ് കിട്ടി എന്നുള്ള ലാസ്റ്റ് ട്രേഡ് എന്നുള്ള രീതിക്ക് എടുക്കാൻ പറ്റും. അല്ലാത്ത ചാൻസ് ആണ് കേട്ടോ. ഈ അടിയിൽ നിന്നൊക്കെ എൻട്രികളുണ്ട്. പക്ഷേ അത് നിങ്ങൾ നമ്മുടെ കോഴ്സ് സ്റ്റഡി ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുക. ഗ്രൂപ്പിലാകുമ്പോൾ എനിക്ക് പല പല പ്രൈസുകൾ പറഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് കോഴ്സ് പഠിച്ചവർക്ക് ഈ സൈഡിൽ നിന്നൊക്കെ അടിയിൽ നിന്നൊക്കെ എൻട്രി കിട്ടും. അതായത് ഈ വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവണമെന്ന് നമുക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, എന്നാലാണ് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ 82,600 C ആണ്. സെൻസസ് ആണ്. സെൻസസിൽ ഫസ്റ്റ് ഒരു എൻട്രി വന്നിട്ടായിരുന്നു. അത് ബാക്കിയായിട്ട് ലിമിറ്റിൽ നിന്ന് പോയിട്ടാണ്. അതൊരു 1:2 വന്നിട്ടില്ല. പക്ഷേ ഒരു 60 പോയിൻറ്റ് 70 പോയിൻറ്റ് വന്നിട്ടുണ്ട്. റീ എൻട്രി ആണെങ്കിലും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ലിമിറ്റൊന്നുമല്ല. ഇത്തിരി മുകളിൽ എടുക്കേണ്ടി വരും. അതായത് ഒരു 5 പോയിൻറ്റ് 6 പോയിൻറ്റ് മുകളിൽ എടുക്കേണ്ടി വരും. സെൻസസ് ആകുമ്പോൾ 40 പോയിൻറ്റ് SL. അപ്പോൾ 6 പോയിൻറ്റ് മുകളിൽ നിർത്താനും വലിയ സീനൊന്നുമില്ല. അതിപ്പോൾ നിൽക്കുന്നത് 477 377 എൻട്രി. ഒരു 90-100 പോയിൻറ്റ് ഫ്രീ എൻട്രി എടുക്കുകയാണെങ്കിൽ കിട്ടും. അടുത്ത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി 3 ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അതൊരു 39 പോയിൻറ്റാണ് കിട്ടിയാണ്. രണ്ടാമത്തെ ട്രേഡ് ഒരു കോസ്റ്റ്, മൂന്നാമത്തെ ട്രേഡ് ഒരു കോസ്റ്റ് എന്നല്ല. മൂന്നാമത്തെ ട്രേഡ് ഒരു 10-15 പോയിൻ്റൊക്കെ SL ആകാൻ സാധ്യതയുള്ള ട്രേഡാണ് മൂന്നാമത്തെ ട്രേഡ്. ഇനി അത് 10-15 പോയിൻറ്റ് SL ഓക്കെ ആയവർക്ക് 30 പോയിൻറ്റ് SL ഓക്കെ ആയിരിക്കും. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ 30 പോയിൻ്റാണ് SL. അപ്പോൾ ചിലപ്പോൾ 30 പോയിൻറ്റ് പോയവരുണ്ടാവും. ചിലപ്പോൾ 10-15 പോയിൻറ്റ് എക്സിറ്റ് അടിച്ച് പോയവരുണ്ടാവാം. 2 സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽസ് മാത്രമേ ഉള്ളൂ, റെഡ് ക്യാൻഡിൽസ് ഇല്ല. അപ്പോൾ ലിമിറ്റഡ് എടുക്കൽ പോസിബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് സിനാരി ഇവിടെ ഇറങ്ങിയിട്ട് കയറുമ്പോഴാണെങ്കിലും ഈ ഒരു സിനാരി നടന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് അങ്ങനെ പ്രോഫിറ്റിക്ക് പോകാൻ സാധ്യതയില്ല. എടുക്കണോണ്ട് തെറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? എടുക്കണോണ്ട് തെറ്റില്ല. പക്ഷേ ആ ഒരു കണ്ടീഷനിക്ക് എത്തിയിട്ടില്ല. എത്രയുള്ള കാര്യം. കണ്ടീഷനിക്ക് എത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLൻ്റെ കാര്യം. SL ആണല്ലോ മെയിൻ. 30 പോയിൻറ്റ് SL അത് നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെ അത് പ്രശ്നം. കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പിന്നെ തന്നെ 25,250 C സൈഡിക്ക് എൻട്രികളുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര കോസ്റ്റ് എൻട്രികളാണ്. കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, ഇറങ്ങുക എന്നുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇതൊക്കെയും അങ്ങനെയാണ്. 52,700 C 40 പോയിൻറ്റ് 1:1
പിന്നെ ബാങ്ക് നിഫ്റ്റി ട്രേഡ്സും ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ട്രേഡ് ആണെങ്കിൽ എസ് എൽ ഹിറ്റാവും. ഈ ഒരു ട്രേഡ് രണ്ടാമത്തെ ട്രേഡ് എസ് എൽ ഹിറ്റാവേണ്ടതാണ്. ഒന്നാമത്തെ ട്രേഡ് കോസ്റ്റ് ഹിറ്റാവേണ്ടതാണ്. മനസ്സിലായാലും വെറുതെ എസ് എൽ കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. പി സ്ഥലത്ത് നിഫ്റ്റി ട്രേഡാണ്. ആ ഒരു 30 പോയിന്റ് കണ്ടിന്യൂസ് വന്നിരുന്നത് 2:30 ശേഷമാണ്. അത്ര നേരം നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 കൊടുത്തിട്ടുള്ള ലെവൽസാണ്. ആ 30 പോയിൻ്റെ കാര്യമാണ് നിഫ്റ്റിയിലത്തെ എൻട്രി. 8:30 കൊടുത്തിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് അപ്ലൈ കിട്ടും. അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും. അതിൽ സ്റ്റിൽ മൊമെൻറ്റം വെയിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്ത് അതിന് വലിയ മൊമെൻറ്റം കിട്ടിയിട്ടില്ല. അപ്പം മൂവ്മെൻറ്റ് വന്ന ശേഷമാണ് അതിൻ്റെ മൊമെൻറ്റം കഴിയുള്ളൂ. ഒരു 30-40 പോയിന്റ് 50 പോയിന്റ് ഫുൾ ടാർഗറ്റിലായിരിക്കണം. ഈ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഫുൾ ടാർഗറ്റാണ്. ബേസിക്കലി ആ ഫുൾ ടാർഗറ്റ് വന്നോട് കൂടിയിട്ട് ആ ലെവല് വാലിഡ് ലാൻഡ് ചെയ്യും. ഇപ്പോൾ മനസ്സിലായി. ഇനി തിരിച്ചു കയറുന്ന നേരത്ത് റീ എൻട്രി അവിടെ കിട്ടില്ല. അതായത് ക്യാൻഡിൽസ് അടിയെ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ അവിടെ റീ എൻട്രി എടുക്കാൻ പറ്റില്ല. അതിൻ്റെ മൊമെൻറ്റം തീർന്നു. ഇനി വേറെ പ്രൈസ് നോക്കണം ഇറങ്ങുകയാണെങ്കിൽ. മനസ്സിലായി. ഫസ്റ്റ് എൻട്രി അത് തന്നെയാണ്. അതിനാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. വലിയ കണക്ക് കൂട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രേഡ് സക്സസ് ആവാം. കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല പറയണത്. അതായത് 9 മണി തൊട്ട് 3:30 വരെ മാർക്കറ്റിൽ ഇരിക്കണം എന്നും നല്ല പറയണത്. നിങ്ങൾ 9 മണി തൊട്ട് 9 മണി പോട്ടെ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ ടൈമുള്ളവർക്ക് ഇത് ഡെയിലി നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കോഴ്സ് എടുത്ത് പോകേണ്ട വരും. അതായത് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ചിന്തിക്കണത്, എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ചിന്തിക്കണത്, ഒരാളുടെ കാര്യം മാത്രമല്ല, എല്ലാവരും ഒരു ദിവസത്തെ കാര്യമാണ് ചിന്തിക്കണത്. നിങ്ങൾ ഒരു ദിവസത്തെ കാര്യം ഒരു ദിവസത്തെ പ്രോഫിറ്റൊക്കെ ചിന്തിക്കുന്നത് നല്ല തന്നെയാണ്. അതിൻ്റെ ഒപ്പം ലോങ് ലൈഫിലേക്ക് ഇത് എങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്തിരി മണിയും വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ട്രേഡിങ്ങിൽ. നിങ്ങൾ ട്രേഡ് എടുത്ത് ലോസ് ആക്കണം എന്നല്ല പറയണത്. നിങ്ങൾ ക്യാൻഡിൽസിനെ നോക്കുക, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ നോക്കുക, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് റിജക്ഷൻസ് നോക്കുക. ഇതൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന കാര്യമുള്ളൂ ട്രേഡിങ്. നിങ്ങളിപ്പോൾ പാറ്റേൺസും പഠിക്കണം, ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം, സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിക്കണം. അതൊന്നും ഞാൻ പറയണില്ല. ബേസിക്കലി അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല എൻ്റെ. നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യണത്, പ്രൈസാണ്, എക്സാക്റ്റ് പ്രൈസിലാണ് ചെയ്യണത്. അപ്പോൾ പ്രൈസ് എന്ത് പറയണമെന്ന് നിങ്ങൾ പ്രൈസ് ചാർട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് സ്ട്രൈക്ക് ചാർട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പ്രൈസ് എന്താ തീരുമാനിക്കുന്നതെന്ന് പ്രൈസ് ചാർട്ട് നോക്കണം. അപ്പോൾ അത് നോക്കി ഒന്ന് സെറ്റാവാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിയാണ് കാര്യങ്ങൾ. വളരെ ഈസി എന്നല്ല പറയണത്, ഇത് ഇത്തിരി ടാസ്ക്കാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്ലോയിലേക്ക് എത്താൻ പറ്റും. കറക്റ്റായിട്ട് ചെയ്യണവർക്ക് ചെയ്ത് പോവാം. ഇപ്പോൾ പുതുതായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും പെയ്ഡിലാണെങ്കിലും ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു ഇതൊക്കെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണവരാണ്. മനസ്സിലായില്ലേ? ലോസ് ഉള്ളവരാണ്. എല്ലാവരുടെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലോസ് ഉള്ളവരാണ്. ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആയി, ക്യാപിറ്റലിൽ പോയി, അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ എടുത്തിട്ടല്ല, മനസ്സിലായില്ലേ? ഓൾറെഡി ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇത്തിരി വ്യത്യാസമാണ്. കാര്യങ്ങൾ എടുക്കാൻ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, എങ്ങനെയാണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കേണ്ടതെന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഫ്രീ ടെലിഗ്രാം ചാനലിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കാൻ തുടങ്ങുക. നമ്മളൊരിക്കലും ഒരു സ്പോട്ട് ബ്രേക്കാക്കി, ഇപ്പോൾ സ്പോട്ട് ഒരു സപ്പോർട്ട് ബ്രേക്കാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രേഡ് കൊടുക്കാറില്ല. അല്ലെങ്കിൽ സ്പോട്ട് ഇത്തിരി ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ട്രേഡ് എടുത്തോ എന്നുള്ള സെറ്റപ്പ് ഇല്ല. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ, ഡബിൾ ടോപ്പ്, അങ്ങനത്തെ ഓരോ പാറ്റേൺസ്. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവില്ല പാറ്റേൺസിനെ കുറിച്ചിട്ട്. ആ ഒരു പാറ്റേണിൻ്റെ പേരാണ് ഞാൻ നോർമലി കേൾക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണും ഇല്ല. അങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യണില്ല. നിങ്ങൾ എക്സാക്റ്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യുക എന്ന് ഞാൻ പറയുന്ന നേരത്ത് എല്ലാവരും പ്രൈസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യണത് എന്നൊരു തൊട്ട് വരും. നിങ്ങളെല്ലാവരും പ്രൈസിൽ തന്നെ ട്രേഡ് ചെയ്യണത് ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിൽ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ തിയറികൾ അപ്ലൈ ചെയ്യുക, അതാണ് ഞാൻ പറയണത്. വ്യത്യാസം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് നോക്കിയിട്ട് നിങ്ങളൊരു സ്ഥലം ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നു.
അവിടെ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ എത്തണം, അല്ലെങ്കിൽ മൂന്നോട്ടം നാലോട്ടം ടച്ച് ചെയ്യണം എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കും. ബേസിക്കലി തെറ്റാന്നല്ല, അങ്ങനെ ചെയ്ത് പോകുന്നവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് പോവാം. എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ പറയണത് ഒരു എക്സാക്റ്റ് ഒരു പോയിൻ്റാണ്, ഇന്ന പ്രൈസാണ് പറയണത്. ഞാൻ അവിടെ നിന്ന് 1 രൂപ മുകളിലേക്ക് 5 പൈസ വരെ മുകളിലേക്ക് പോവില്ല, മനസ്സിലായില്ലേ? ആ സെയിം പ്രൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനാണ് നമ്മുടെ എൻട്രി കിടക്കുന്നത്. നിങ്ങൾ ബൈ ചെയ്യേണ്ടത് അതിലായിരിക്കണം നിർബന്ധമില്ല, പക്ഷേ ആ ഒരു പ്രൈസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എൻട്രി എടുക്കുക. അവിടെയാണ് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണത്. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൈസിലാണ് എൻട്രി എടുക്കുക. മേ ബി ചില സമയത്ത് അത് 1-2 രൂപ അങ്ങോട്ട് കൊണ്ട് വ്യത്യാസം വരും, അത്ര വരുള്ളൂ, വേറെ വ്യത്യാസമൊന്നും അതിലില്ല. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റും, കറക്റ്റായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് ക്യാൻഡിൽസ് നല്ല രീതിക്ക് മൂവ് ചെയ്യണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ മാർക്കറ്റ് ഇത്തിരി സപ്പോർട്ടിങ് ആണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾ പ്രോഫിറ്റും വരും. ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും പറയാറുണ്ട്, ട്രേഡിംഗ് വന്നിട്ട് പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മനസ്സിലാക്കുക കാര്യം എന്താ നടക്കണേന്ന്. വെറുതെ ഒരു 500 രൂപ ഡെയിലി കിട്ടണം, 1000 രൂപ ഡെയിലി കിട്ടണം, ഇവിടെ എന്ത് നടന്നാലും പ്രശ്നമില്ല എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞു തരണത് കേട്ടോ. ആരെയും പറയുന്നതല്ല, ബേസിക്കലി അങ്ങനെയൊക്കെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, അതാണ് പ്രശ്നം. പിന്നെ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് വരാൻ പറ്റില്ല ഈ ഒരു മേഖലയിലേക്ക്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം, എൻ്റേതായിട്ടുള്ള ആകെ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിലും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം. വേറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, വേറെ എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വേറെ അപ്ഡേറ്റും കൊടുക്കാറില്ല വേറെ ചാനൽസിലൊന്നും. ഒറ്റ ഇൻസ്റ്റാഗ്രാമിലാണ് കാര്യങ്ങൾ നടക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റണത്. എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് കാര്യങ്ങൾ അറിയുന്നത് ആ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ എനിക്ക്, ആ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. വേറെ പല അക്കൗണ്ട്സും ഇങ്ങനെ തുറന്നതായിട്ട് ബാക്കിയുള്ളവർ കൊണ്ടാണ് ഞാൻ അറിയണത്. ബേസിക്കലി ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയുള്ളവർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനത്തെയും കുറേ ചാനൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യാറില്ല. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്, സ്റ്റോക്ക് ഓപ്ഷൻ റെക്കമെൻഡേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല. ഇനി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഇൻട്രാഡേക്ക് മാത്രമേ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലാണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ നമ്മൾ നടത്തുന്നത് ഫ്രീ ചാനലാണ്. ഇനി വരാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഓരോ ചാനൽസിൽ എൻ്റെ അതേ സംഭവം തന്നെ അവിടെ സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ അതേ കോഴ്സ് തന്നെ എടുത്തിട്ട് അവിടെ ഇടും. ആൾക്കാർ കയറും, മേ ബി സ്കാം ആവാം. അപ്പോൾ അതൊക്കെ ഇനി നടക്കും എന്ന് തോന്നുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ക്യാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ തന്നെ സേവ് ആക്കി വയ്ക്കുക. കറക്റ്റ് സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് നിട്ട് വന്നിട്ട് തന്നെ DM ചെയ്യുക, മനസ്സിലായില്ലേ? അല്ലാണ്ട് അവിടെ എവിടെയും പോയി ചെയ്തിട്ട് ക്യാഷ് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതും കൂടിയും ആഡാക്കാൻ തോന്നി. 2-3 ദിവസമായിട്ട് ഇതിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം എൻ്റെ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.